പാലപ്പിള്ളി മേഖലയിൽ പുലിയിറങ്ങുന്നത് പതിവായിട്ടും നടപടിയെടുക്കാത്ത വനംവകുപ്പ് അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് പാലപ്പിള്ളിയിൽ നാട്ടുകാർ അടിക്കാട് വെട്ടി സമരം ചെയ്തു. പാലപ്പിള്ളി വരന്തരപ്പള്ളി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കന്നാറ്റുപടം സ്കൂളിന് സമീപമാണ് അടിക്കാട് വെട്ടി സമരം ചെയ്തത്. തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാൽ വന്യമൃഗങ്ങൾക്ക് സുരക്ഷിത താവളമാകുന്നുവെന്ന് ആക്ഷൻ കൗൺസിലർ പറഞ്ഞു. നേരത്തെ കാട്ടാനാക്രമണം രൂക്ഷമായ സാഹചര്യത്തിൽ ഹാരിസൺ മലയാളം ജുങ്ടോളി തോട്ടങ്ങളിലെ അടിക്കാടുകൾ വെട്ടിമാറ്റാമെന്ന തോട്ടം മാനേജ്മെന്റിന്റെ ഉറപ്പ് ഇതുവരെ പാലിച്ചില്ലെന്ന് ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികൾ വനംവകുപ്പ് അധികൃതരുടെയും MLA, കളക്ടർ എന്നിവരുടെയും സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് ഉറപ്പ് നൽകിയിരുന്നത്. സമയാസമയങ്ങളിൽ അടിക്കാടുകൾ വെട്ടിമാറ്റാത്തതിനാൽ തോട്ടങ്ങൾ കാട് കെട്ടിക്കിടക്കുന്നതിലാണ് വന്യജീവി ശല്യം രൂക്ഷമാകുന്നത്. സ്കൂളിന് സമീപം പുലിയിറങ്ങിയിട്ടും വനംവകുപ്പ് നിസ്സംഗത പാലിക്കുകയാണ്. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വനംവകുപ്പ് കാട് വെട്ടി തെളിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധിച്ചതെന്ന് ആക്ഷൻ കൗൺസിൽ അറിയിച്ചു. ചെയർമാൻ VP ഉസ്മാൻ, കൺവീനർ KM ഹൈദർ, PS സുധീഷ്, അരുൺകുമാർ, സിദ്ദിഖ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ആനശല്യം അതിരൂക്ഷമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമയമുണ്ടാകുമ്പോൾ അതൊന്നും നമ്മൾ ആരോട് എവിടെയൊക്കെ നമ്മൾ ഇതിനെ കുറിച്ച് പരാതി കൊടുത്തിട്ടുണ്ടോ അതൊന്നും അവർ വില വെക്കാത്ത രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇപ്പോൾ അതിലും കൂടുതൽ വേദനയോടുകൂടിയും വളരെയധികം ഭീതിയോടുകൂടിയും നമ്മൾ കാണുന്ന ഒരു വിഷയമാണ് പുലി ശല്യം. അപ്പോൾ നമുക്കറിയാം, നമ്മളെ പുലിശല്യം ഇവിടെ പല പ്രദേശങ്ങളിലുമായിട്ടും മൃഗങ്ങളെ പിടിച്ചിട്ടും അതുപോലെ ആളുകളുടെ മുന്നിൽ പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്ത പുലി ഇന്ന് തൊട്ടടുത്ത കന്നാറ്റുപാടം ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രദേശത്ത് ഈ അടുത്ത ദിവസം, ഈ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഒരു പുലി ഒരു പശുവിനെ പിടിക്കുകയും ഏതാണ്ട് സ്കൂളിന്റെ ഒരു 20 മീറ്റർ അകലെ വെച്ചിട്ടാണ് ആ പുലി അപ്പൊ നമുക്കറിയാം, ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഇവിടുത്തെ അധികാരികൾ അല്ലെങ്കിൽ ഇതിനുമായി ബന്ധപ്പെട്ട ആളുകൾ ആരും തന്നെ ഈ ഒരു വിഷയത്തിൽ കാര്യമായി ഇടപെടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ ഈ പ്രദേശത്തുള്ള എല്ലാവരും കൂടെ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും ആ ആക്ഷൻ കൗൺസിലിന്റെ പ്രതിഷേധം എന്നോണം ഞങ്ങൾ ഇന്ന് ഈ കാട് വെട്ടാൻ, ഇന്നിപ്പോ ഈ കാട് വെട്ടുന്നതിന് വേണ്ടി സ്കൂളുമായി തൊട്ടടുത്ത ഈ ഫോറസ്റ്റിന്റെ കാട് വെട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആധികാരികമായി സംസാരിക്കുന്നതിന് വേണ്ടിയും പിന്നെ നമ്മളുടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയും നമ്മൾ ഹൈദറുണ്ട്, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് വേണ്ടി സുധീഷിനെ ക്ഷണിക്കുന്നു. നന്ദി. നമ്മൾ ഈ തോട്ടം മേഖല, അതുപോലെ ഹാരിസൺ മലയാളം, കൊച്ചുമലബാർ തോട്ടം മേഖലയിൽ വർഷങ്ങളായിട്ട് അടിക്കാടുകൾ വെട്ടിത്തെളിക്കാത്തതിന്റെ പേരിൽ ഇവിടെ വന്യജീവി ആക്രമണം പതിവായിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഈ വന്യജീവി ആക്രമണത്തിൽ, പ്രത്യേകിച്ച് കാട്ടാനയുടെ ആക്രമണത്തിൽ 6ഓളം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കുപറ്റുകയും ചെയ്തിട്ടുണ്ട്. സർക്കാർ തലത്തിലും അതുപോലെ കമ്പനി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ പല തവണ പരാതി കൊടുത്തിട്ടും അടിക്കാടുകൾ നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതിന് ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്താനോ നാളിതുവരെ സാധിച്ചിട്ടില്ല. ഈ മരണപ്പെട്ടവർക്കുള്ള നഷ്ടപരിഹാരം പോലും വേണ്ട രീതിയിൽ കൊടുത്തു തീർത്തിട്ടുമില്ല. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശല്യം ആനയുടെയും പുലിയുടെയും ആക്രമണമാണ് ഇവിടെ സ്ഥിരമായിട്ട് തോട്ടം മേഖലയിൽ. ഇവിടെ പുലർച്ചയ്ക്ക് തോട്ടം മേഖലയിൽ പണിക്ക് വരുന്നവരും നിരവധി നാട്ടുകാരും ആനയുടെ മുന്നിൽപ്പെട്ടും പുലിയുടെ മുന്നിൽപ്പെട്ടും തലനാരിലേക്കാണ് രക്ഷപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു ശാശ്വത ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് വരന്തരപ്പള്ളി മറ്റത്തൂര് പഞ്ചായത്ത് അധീനത്തിൽപ്പെട്ട ആളുകൾ ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നു. ആ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഈ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ വേണ്ടി ഇന്ന് തയ്യാറായിട്ടിരിക്കുന്നു. പലതവണ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടാവാത്തതിന്റെ പേരിൽ പ്രതിഷേധിച്ചാണ് ഇന്നത്തെ ഈ ഒരു കാട് വെട്ടിത്തെളിക്കൽ സമരം നടത്തുന്നത്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര്, ഫോറസ്റ്റ് അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാര്, ജില്ലാ കളക്ടർ എന്നിവർക്കും പരാതി നൽകിയിട്ടും ആന ആക്രമണത്തിൽ 6ഓളം പേര് കൊല്ലപ്പെടുകയുണ്ടായി. ഈ 6ഓളം ആളുകൾ കൊല്ലപ്പെടുന്ന സമയത്ത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിക്കുകയുണ്ടായി. ആ സർവകക്ഷി യോഗത്തിൽ ഹാരിസൺ, കൊച്ചി, മലബാർ എസ്റ്റേറ്റുകളിലെ അടിക്കാട് വളർന്നതിലാണ് ഇവിടെ ആനയും പുലിയും ഇറങ്ങുന്നതെന്ന് അന്നത്തെ മീറ്റിംഗിൽ ആരോപണം ഉന്നയിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായി ജില്ലാ കളക്ടർ ഈ 2 കൊച്ചിൻ, മലബാറും ഹാരിസൺ മാനേജ്മെന്റിനോടും ഇക്കാര്യത്തിൽ വിശദീകരണം ചോദിച്ചപ്പോൾ അവര് കാട് വളർന്നതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായി. കൊച്ചി മലബാർ എസ്റ്റേറ്റ് മാനേജ്മെന്റ് കാട് വളർന്നത്
അവർക്ക് മരം മുറിക്കാൻ കഴിയാത്തതിനാലാണ് കാട് വളർന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അവർ അന്ന് ആ യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത്. അവിടെ കാട് വളരാനുണ്ടായ സാഹചര്യം കൊച്ചി മലബാർ എസ്റ്റേറ്റ് അവരുടെ പാട്ടഭൂമിയായിട്ടുള്ള സർക്കാരിന്റെ പാട്ടഭൂമിയായിട്ടുള്ള ഭൂമി അവരുടെ സ്വന്തം ഭൂമിയാണെന്ന് പറഞ്ഞു കാണിച്ച് കൽക്കത്ത ഹൈക്കോടതിയിൽ പോയി ഭൂമി സ്വന്തമാക്കാനുള്ള ചില നടപടിയും കാര്യങ്ങളൊക്കെ എടുക്കുകയും ആ കൽക്കത്ത ഹൈക്കോടതിയുടെ വിധി സംസ്ഥാന കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഭൂമിയായതിന്റെ പേരിൽ ഈ പ്രദേശത്തെ ഹൈക്കോടതി, അതായത് സംസ്ഥാനത്തിന്റെ ഹൈക്കോടതി ഇക്കാര്യം വിശദീകരിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്.